എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അട്ടപ്പാടിയിലെ നായ്ക്കരുപാടി എന്ന സ്ഥലത്താണ്. നായ്ക്കരുപാടിയിലുള്ള ഒരു അമ്മൻ കോവിലാണ് എൻ്റെ ബാക്കിൽ ഈ കാണുന്നത്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ശിലയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. അതായത് AD 5-ാം നൂറ്റാണ്ടിൽ സംഘകാല തമിഴ് കൃതി എഴുതിയിരിക്കുന്ന ഒരു ശില. ആ ശിലയിലെ ലിപിയും അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളും നമുക്ക് പോയി നോക്കാം. അട്ടപ്പാടിയുടെ ഹൃദയഭാഗമായ അഗളി ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്ന ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ പ്രവേശനവാതിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അമ്പലത്തിലേക്കുള്ള പ്രവേശനവാതിൽ. ഇതിലൂടെ ഏകദേശം ഒരു 25 മീറ്ററും കൂടി സഞ്ചരിച്ചാൽ നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ നമുക്ക് മെല്ലെ അതിലേക്ക് കടന്നു ചെല്ലാം. ആകാശമാകെ കാർമേഘം മൂടി നിൽക്കുകയാണ്. നമുക്ക് മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വഴിയുടെ 2 ഭാഗങ്ങളും കൃഷിപ്പാടങ്ങളായതുകൊണ്ട് നമുക്ക് തീരെ ഒട്ടും ബോറടിക്കാത്ത ഒരു വഴിയും കൂടിയാണിത്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ശിരുവാണിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ അമ്പലത്തിൻ്റെ പ്രവേശന കവാടം കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ്, നമ്മുടെ ചുറ്റും ഈ കാണുന്നതാണ് ഈ അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ. അതായത് കയറി വരുമ്പോഴുള്ള പ്രതിഷ്ഠകളും പ്രതിമകളും മറ്റു കാര്യങ്ങളും കൂടി ചേർന്നാണ് ഈ അമ്പലം. നമുക്ക് പതിയെ ഉള്ളിലേക്ക് കയറി ചെല്ലാം. ഇതാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഈ പരിസര ഭാഗങ്ങൾ. അതായത് നമ്മുടെ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങിയുള്ള ഒരു വിശ്വാസ രീതിയാണല്ലോ ഹിന്ദു മിത്തോളജി. അതുപ്രകാരമുള്ള പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവിടെ ഒരു മയിൽ മേഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് ഈ അമ്പലത്തിനൊന്ന് റൗണ്ട് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഈ വലതുവശത്ത് കാണുന്ന ഈ ശിലയാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്ന ആ പുരാതന ശില. നമുക്ക് അതിലേക്കൊന്ന് കടന്നു നിന്ന് നോക്കാം. ഇതിൽ പൂർണ്ണമായിട്ടും നമുക്ക് ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള എഴുത്താണ് ഇതിൽ കാണുന്നത്. ഇത് ഏകദേശം 500-ന് മേലെ വർഷം പഴക്കം നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ഇപ്പുറത്തുള്ള വിഗ്രഹങ്ങളോടൊപ്പം തന്നെയാണ് ഈ ശിലയും വെച്ചിരിക്കുന്നത്. ഇതിന് പുറകിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ പുറകു ഭാഗത്ത് എഴുത്തുകളൊന്നും തന്നെ ഇല്ല. അതായത് ഇത് വീരക്കല്ലിനോട് സാദൃശ്യമുള്ള ഒരു തരം ലിപിയാണ് ഇതിലുള്ളത്. അതായത് വീരക്കല്ലെന്ന് പറഞ്ഞാൽ ഈ ഹൊയ്സാല രാജാക്കന്മാരുടെ കാലത്ത് മരണാന്തര ബഹുമതിയായിട്ട് കൊടുക്കുന്ന കല്ലുകളാണ് വീരക്കല്ലുകൾ എന്ന് പറയുക. പക്ഷേ അതിലുള്ള ലിപിയും ഇതിലുള്ള ലിപിയും വ്യത്യാസമുണ്ട്. ഇതിൽ പ്രാചീന തമിഴാണ്, അതായത് സംഘകാല തമിഴ് കൃതിയാണ് ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതായത് അട്ടപ്പാടിയും പ്രാചീന തമിഴ് സംസ്കാരവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു നൂലെടുപ്പായിരിക്കും ഈ ഒരു ശില. അതായത് പ്രാചീന കാലത്ത് അട്ടപ്പാടി ചിലപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് വന്ന ശിലാലിഖിതങ്ങളൊക്കെ ആയിരിക്കാം ഇത്. അപ്പോൾ ഇവിടെയുള്ള ബാക്കി കാഴ്ചകളും കൂടി കണ്ടിട്ട് നമുക്ക് പതിയെ നമ്മുടെ യാത്ര തുടരാം.